കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പേളി മാണി ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് പോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്തിനാണ് നിങ്ങൾ ഇതേ കണക്ക് പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിർത്തി വീട്ടിൽ പോകണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് പേളി മാണിക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്ന് ട്രോളാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ സമയത്താണ് സിബി മലയിലിൻ്റെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ ഷെയ്മോണി എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ പേളി അതിന് മറുപടി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഫീൽഡ് ഔട്ടായ ഡയറക്ടറാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സിബി മലയിലിൻ്റെ തലയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ. എന്തായിരുന്നാലും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ പേളി അതിന് റിയാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പേളി ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർക്കാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം എനിക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം വരാൻ പാടില്ലെന്നുള്ള രീതി കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഉള്ളൊരു കാര്യം പറഞ്ഞത്, അതല്ലാതെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടെന്നുള്ള രീതിയിലൊന്നും അല്ല പറഞ്ഞതെന്നായിരുന്നു പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടെ തന്നെ സിബി മലയിലിനെ അതോടെ തന്നെ മോൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാനുണ്ടെങ്കിൽ മോനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. പെട്ടെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ആ ദേഷ്യത്തിലാണ് ഞാൻ അതേ കണക്ക് ചെയ്തു പോയത്, അതല്ലാതെ സിബി മലയിലിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലും ഉണ്ടെങ്കിൽ വിശദീകരിച്ചുണ്ടെങ്കിൽ പേളി മാണി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.